ഞങ്ങളെപ്പോലെ ഉള്ളതുകൊണ്ടാണ് മാനേജർ ഇവിടെ ഇരിക്കുന്നത്. എന്തോ നിങ്ങൾ ഇന്നലെ വിളിച്ചിട്ട് ഞാൻ മരിച്ചെടുത്ത് നിൽക്കുമ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? അല്ല, നിങ്ങൾ ഇവിടെ ഇന്ന് വന്നിട്ട് ലോൺ എടുക്കണം ഇതുവരെ പറഞ്ഞോ? ലോൺ എടുക്കാൻ പറ്റില്ല. ആരോടും വിടാതിരിക്കാണ്. ഇതാണോ ഒരു മാനേജർ പറയേണ്ട മര്യാദ? ഇങ്ങനെ പല മര്യാദക്കാർ പറഞ്ഞു. എന്താ സംഭവം? വിളിക്കും പോലീസിനെ. എത്ര കാലം ബാങ്കിൽ വരുന്നു? നിങ്ങൾ ഇന്ന് ഇവിടെ ഇത്ര നേരം വന്നിട്ട് ലോൺ വേണമെന്ന് പറഞ്ഞോ? ഏറ്റവും അവസാനം നിങ്ങൾ എന്താ പറഞ്ഞേ? അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. അതിന്റെ പണിയെടുക്കും. ക്ലോസ് ചെയ്ത് ക്ലോസ് തരണം അക്കൗണ്ട്. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നില്ല. ഇയാൾ വന്നിൽ കൃഷി ചെയ്ത് വന്നു നോക്കും. പല മാനേജർമാരുടെ അടുത്തും വന്നിട്ടുണ്ട്. പുള്ളിക്ക് മലയാളം ശരിക്കും എന്താണ് എന്ത് മര്യാദ കൂടിയാ പെരുമാറുന്നത്? എന്നെ മര്യാദ പഠിപ്പിക്കണ്ട. പിന്നെ തന്നെ കപ്പയില് എടോ ഞാൻ അങ്ങനെയാണ്. എത്ര പേർക്ക് അല്ലാത്തവരുടെ കൃഷി ചെയ്യാതെ കൊടുത്തതായിരുന്നു കാര്യം. താൻ കൃഷി ചെയ്യാതെ എത്ര പേർക്ക് ഇവിടുന്ന് തന്റെ സൗകര്യത്തിന് തന്നെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം. ഇവിടെയല്ല പറഞ്ഞേ. ഇവിടെ ജനങ്ങളോട് താൻ ഇവിടെ ഇങ്ങനെ എന്നെ തരണോ? എന്നെ തരണോ? പിടിച്ചു കൊണ്ടോട്. ഇവിടെ ബാങ്ക് ജനങ്ങൾക്കുള്ള അക്ഷരം മേലിഞ്ഞി കൊണ്ടോ. എന്താണ് ചോദിച്ചത്? പോയിക്കൊള്ളണം. എന്റെ ജോലി കൊണ്ടുപോയിക്കോ. കാര്യം നടക്കണമെങ്കിൽ എനിക്കും വിദ്യാഭ്യാസം പിടിച്ചു കൊണ്ടുപോയിക്കോ. മേലെ നീ കയറ്. മേളിൽ കയറുന്നു. എടാ എങ്കിൽ എന്നെ ഇവിടെ ഇത്ര നാൾ എന്നെ കയറ്റി വരുന്നതാ. എത്ര വട്ടം കയറ്റി ഞാൻ വിളിക്കാന്നല്ലേ. അങ്ങനെയൊന്നല്ല. ഇനി പഠിപ്പിക്കണ്ട. നമുക്ക് ആ കൊച്ചൊക്കെ എന്നെ അറിയുന്ന ഞങ്ങളൊരു നാട്ടുകാരാ. ഇവിടെ പല നാട്ടുകാരുള്ളതായി മിനിയാൻ തന്നെ ആശ്രയിച്ചു വിടാം. എനിക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്, നല്ല ഓർമ്മയുണ്ട്. പോയിക്കൊള്ളോ. ലോൺ തരികയാണ് കൃഷിക്ക് ഇവിടെ കുറെ പേരുണ്ട്. എന്റെ നാട്ടുകാരാണ്. നിങ്ങളെ കാര്യം നടക്കണ ഇവനെ കൊണ്ടുപോയിക്കോ. മേലെ ഇവൻ കയറാൻ പാടില്ല ഇങ്ങോട്ട്. പുഷ്പയും ബാങ്ക് കയറാൻ പാടില്ല. ഇവൻ ബാങ്ക് കയറാൻ പറയാ. ഇവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പോലാണ്. മനസ്സിലാവാ.